ഹലോ, വെൽക്കം ടു ഫോർട്ട് കൊച്ചി. ഈ കൊച്ചിക്കാർക്ക് ക്രിസ്മസ് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? ഈ ക്രിസ്മസിന്റെ സെലിബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം പെടുമല്ലോ. ആഘോഷങ്ങള്, ഫുഡ്, അതൊക്കെയാണല്ലോ മെയിൻ. പക്ഷെ നമ്മളിവിടെ ഈ ടൗണിലൊക്കെ ഉള്ള ആൾക്കാർ എങ്ങനെയാണ് പുറത്ത് ആഘോഷിക്കുന്നത് എന്നുള്ളത് കാണാനാണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുള്ളത്. ലൈറ്റ് അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോഴുള്ളത് ഇൻഡോ പോർച്ചുഗീസ് മ്യൂസിയത്തിന്റെ മുന്നിലാണ് കേട്ടോ. ഇതെപ്പോഴും എല്ലാവർക്കും വേണ്ടിയിട്ട് ഓപ്പൺ അല്ലെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇത് തന്നെ നമ്മൾ കാണുന്ന വലിയൊരു സ്റ്റാറാണ്. ഇവിടെ കൊച്ചി നഗരത്തിൽ ഏറ്റവും വലിയ സ്റ്റാറാണിതെന്നാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് സ്നാക്സ് കേട്ട് കടല വാങ്ങിക്കുമ്പോഴാണ് കടല പൂഞ്ഞ് കിട്ടിയത് ഏതോ കുട്ടിയുടെ മാത്സ് നോട്ടിന്റെ ഒരു പേജായിരുന്നു. നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഇടതുവശത്തായിട്ട് ദി വാസ്കോ ഡ ഗാമ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊച്ചി എഴുതിയിരിക്കുന്നത് കണ്ടു. എന്താണ് ഇതിന്റെ സംഭവം എന്നൊന്നും അറിയില്ല. കൊച്ചിക്കാർ ആരെയൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സെൽഫി സ്പോട്ടാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സെലിബ്രേഷൻ അവര് സിൽവർ സ്റ്റെപ്പ് 2025-26 എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എത്ര മനോഹരമായിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയോ? അതിലുള്ള ഐറ്റംസ്, അതായത് ക്രിസ്മസ് ട്രീ അവരെ സ്പെഷ്യൽ ആക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള മാൻ, അതുപോലെ ചെറിയ ബോൾസ്, ഗിഫ്റ്റ് ബോക്സ്, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല രസത്തിൽ ഇതുപോലെ ലൈറ്റ് അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ തന്നെ എന്ത് ഭംഗിയെന്നറിയോ. ഞാൻ അവിടെ കുറേ നേരം ഈ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ കണ്ടുകൊണ്ട് നിന്നു. അല്ല, ഞാൻ മാത്രമല്ല, ഇവിടെ വന്നിട്ടുള്ളവരെല്ലാം ഈ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളവരാണ്. അതിന്റെ മുമ്പിൽ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് വന്നിട്ടുള്ളവരാണ്. ഒരു പുല്ലും ചെടിയിലും ഒന്നും വെറുതെ വിട്ടിട്ടില്ല. എല്ലാത്തിലും ലൈറ്റാണ്. എല്ലാവിടെയും മിന്നിത്തിളങ്ങുന്ന, വെട്ടിത്തിളങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. ഇത് ക്രിസ്മസിന്റെ തലേ ദിവസമാണ്. തലേ ദിവസം രാത്രിയാണ്. അപ്പം ഇതൊക്കെ കാണാനായിട്ട് നിറയെ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ ഒരു പ്ലാവില് നിറയെ ചക്കകളൊക്കെ ഉണ്ട്. അതിന്റെ ചുറ്റും ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബോഗൻവില്ല പൂക്കളൊക്കെ ഇങ്ങനെ താഴെ വീണ് കിടക്കുന്ന ആ ഒരു സ്റ്റെപ്പുകളൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഇതുപോലെ മനോഹരമായിട്ടുള്ള വലിയൊരു പള്ളിയാണ്. ഒരുപാട് ദിവസത്തെ വർക്കായിരിക്കാം ചിലപ്പോൾ ഇത്. അത്രയും മനോഹരമായിട്ടാണ് ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിന്റെ മുന്നിലായിട്ട് മാതാവിന്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഇതിനടുത്തായിട്ട് തന്നെ ഒരു പുൽക്കൂട് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം പുൽക്കൂടിന്റെ ഒരു മാതൃക തന്നെയാണ്. വളരെ നീളത്തിലുള്ള ഒരു ഡിസൈനാണിത്. അതുമാത്രമല്ല, കൊച്ചിയുടെ ഹിസ്റ്ററി ഒക്കെ ഉൾപ്പെടുന്ന ഒരുപാട് കഥകൾ പറയുന്ന ഒരു പുൽക്കൂടാണിത്. തൂണിലും തുരുമ്പിലും എന്ന് പറയുന്നത് പോലെ എല്ലാ വോൾസും, എല്ലാ ചെടികളും എല്ലായിടത്തും ലൈറ്റ് ആണ്. ഇത് ഈ ചർച്ചിന്റെ ഉള്ളിൽ തന്നെയുള്ള വേറൊരു പോർഷനാണ്. ഇവിടെയും നിറയെ ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ചെടികളുടെ ഇടയിൽ കൂടെ ഒക്കെ ലൈറ്റ് ഉണ്ട്. ഒരു ചെടി പോലും വിടാതെ ഇതൊക്കെ ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. ആഘോഷത്തിന്റെയൊക്കെ എത്രത്തോളം ആ ഒരു എനർജി ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. ഈ ഒരു ചർച്ചിന് മുന്നിലും ഇതുപോലെ ഒരു പുൽക്കൂടുണ്ട് കേട്ടോ. എന്നാൽ ഈ ഒരു പുൽക്കൂടില് ഉണ്ണിയേശുവിനെ കാണാനില്ല കേട്ടോ. അങ്ങനെ ചില പുൽക്കൂടുകളും കണ്ടിട്ടുണ്ട്. അതായത് ക്രിസ്മസ് രാവ് പുലരാതെ അവര് ഉണ്ണിയേശുവിനെ വയ്ക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ക്രിസ്മസിന് മുന്നായിട്ട്, ഉണ്ണിയേശു ശരിക്കും ജനിക്കുന്നതിന് മുന്നായിട്ട് പുൽക്കൂട്ടില് ഉണ്ണിയേശുവിനെ വെക്കാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡോ പോർച്ചുഗീസ് മ്യൂസിയത്തിലുള്ള കാഴ്ചകൾ. അങ്ങനെ പുറത്തു വന്നപ്പോൾ 2 കുട്ടികൾ, സിസ്റ്റേഴ്സ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം, ഇവിടെ ബൺമസ്കയും ചായയൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. കൊച്ചി ബൺമസ്ക അതൊരു വികാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ഇത്. അങ്ങനെ ഒരു ബൺമസ്ക കഴിച്ചെങ്കിലും ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, വെറും ബൺമസ്കയ്ക്ക് 50 രൂപയായിരുന്നു. മമ്മി വീട്ടിലുണ്ടാക്കണല്ലേ. അങ്ങനെ നമ്മൾ കൊച്ചി കാർണിവൽ ഫെസ്റ്റിവൽ എത്തിയിട്ടുണ്ട്. ഇവിടെ മെയിനായിട്ട് ഭക്ഷണം കഴിക്കുക, ഡി ജെ പാർട്ടി എൻജോയ് ചെയ്യുക, അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടികൾ. എന്നാൽ ഇതിന്റെ അകത്തേക്ക് കടക്കാനായിട്ട് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, അതിന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലെങ്കിൽ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ പോയത് വേളി ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെയൊക്കെ കോട്ടമൈതാനം പോലെ, പാലക്കാട്ടുകാരുടെ കോട്ടമൈതാനം പോലെ വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ്. എല്ലാവർക്കും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഏതൊരു സെലിബ്രേഷനും ആഘോഷിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആണ്. ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. കച്ചവടക്കാരായിട്ടും സ്റ്റോളൊക്കെ ഇടാനായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇത് കാണാനായിട്ടും കഴിക്കാനായിട്ടും വരുന്ന ആൾക്കാരുണ്ട്. ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് വേഷോട്ട് നടക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ വൺ സെലിബ്രേഷന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നിറയെ ഫുഡ് സ്റ്റോൾസ് ഉണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. കൊച്ചിയിലൊക്കെ പുതിയ ടേസ്റ്റുകൾക്ക് ഉറവിടാണ്. പുതിയ ടേസ്റ്റുകളൊക്കെ പരീക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു സമയം കൂടിയാണിത്. അത് കേക്ക് ആണെങ്കിലും സ്നാക്സ് ആണെങ്കിലും സ്വീറ്റ്സ് ഒക്കെ ആണെങ്കിലും ഇവിടെ സ്റ്റോൾ ഇട്ട് കസ്റ്റമേഴ്സിനെയൊക്കെ കൂട്ടാനായിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആക്ച്വലി ഹോം മെയ്ഡ് കേക്കാണ് വരുന്നത്. വാൻജോ കേക്കിൽ ചോക്ലേറ്റ് ഡിപ്പിംഗ് ആണ്. ഈ പോകുന്ന ടീം ഒരു സ്റ്റോൾ ഇടാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. സഹായിക്കാനായിട്ട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വേളി ഗ്രൗണ്ടിലുള്ള കാഴ്ചകൾ. ഇന്ത്യയിലെ
തന്നെ ഏറ്റവും വലിയ നാച്ചുറൽ ക്രിസ്മസ് ട്രീ കണ്ടിട്ടുണ്ടോ? അത് ഇതാണ് കേട്ടോ. കൊച്ചിയുടെ ക്രിസ്മസ് സെലിബ്രേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ഈ ഒരു നാച്ചുറൽ ക്രിസ്മസ് ട്രീ. 80 അടിയോളം ഉയരത്തിലുള്ള 200 വർഷം പഴക്കമുള്ള ഈ ഒരു ട്രീ ഇത് കാണാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഓരോ വർഷവും ഓരോ തീമിലാണ്, അതായത് ഓരോ കളറിലാണ് ഈ ട്രീ പ്രത്യക്ഷപ്പെടുന്നത്, അതായത് ക്രിസ്മസിന്റെ അന്നേ ദിവസം. അത് വളരെ സർപ്രൈസ് ആയിട്ടായിരിക്കും കേട്ടോ ക്രിസ്മസിന്റെ രാത്രി നമുക്ക് ഇത് കാണാൻ കഴിയുക. നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കുറെ റീൽസ് കണ്ടിട്ടുണ്ട്. ഗസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്, അതായത് ട്രീയുടെ കളർ ഏത് ലൈറ്റ് ആയിരിക്കും ഗസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു മനോഹരമായിട്ടുള്ള നാച്ചുറൽ ക്രിസ്മസ് ട്രീ കാണണമെന്ന് വളരെ ആഗ്രഹമുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ദിവസം വരണം. മഹാകവി പള്ളത്തിരാമൻ സാംസ്കാരിക കേന്ദ്രത്തിലാണ് കേട്ടോ നമ്മൾ എപ്പോഴുള്ളത്. ഇവിടെ നേരത്തെ കൂടി പ്ലാൻ ചെയ്തു പോയെന്നല്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കണ്ടതാണ്. വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, ഓപ്പൺ ജിം ഉണ്ട്, മെയിൻ ഹാൾ ഉണ്ട്, കഫ്റ്റീരിയ ഉണ്ട്. അങ്ങനെ ഒരു അടിപൊളി സ്ഥലമാണ് ഇത്. ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ കുറെ കുട്ടികൾ അവിടേക്ക് വരുന്നത്. അങ്ങനെ ക്രിസ്മസ് അപ്പന്മാരെ കണ്ട സ്ഥിതിക്ക് ഒരു സെൽഫി എടുത്താലോ? എന്റെ തലയിലിരിക്കുന്ന ക്രിസ്മസ് അപ്പന്മാരെ കണ്ടിട്ടാണോ എന്നറിയില്ല, ഞാനും അവരുടെ കൂട്ടത്തിലാണെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും. ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒരു ചെറിയ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 8:15 ആയിട്ടുണ്ട് കേട്ടോ. 8:30 കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടതായിട്ടുണ്ട്. കൊച്ചി പോയിട്ട് വേറെ എന്തൊക്കെ വിശേഷങ്ങൾ കണ്ടു എന്ന് ചോദിക്കുന്നവരുണ്ടാവും. അവർക്കുള്ള മറുപടി ആയിട്ട് അടുത്ത വീഡിയോ ഉണ്ടാവും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാപ്പി ക്രിസ്മസ്.